ഇന്നലെ ഞങ്ങളുടെ വീടിനടുത്തുണ്ടല്ലോ ഒരു ചേട്ടൻ മരിച്ചേ. ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പൊതുവിൽ ഇങ്ങനെ മരണങ്ങളൊന്നും കാണാനൊന്നും പോവാറില്ല, ചവിടക്കിനൊന്നും കൂടാറുമില്ല. എനിക്ക് സത്യത്തിൽ എന്തോ ഒരു പേടിയൊക്കെ പോലെ, അതുകൊണ്ട് ഞാൻ പോവാറില്ല. പക്ഷേ ഇന്നലെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നേ. ഒത്തിരി ആൾക്കാരിങ്ങനെ അലമുറയിട്ട് വരുന്നുണ്ട്, മക്കളായിട്ടും ഭാര്യയായിട്ടും അമ്മയായിട്ടും ഒക്കെ ഉണ്ട്. അമ്മ വന്നിട്ടില്ല കേട്ടോ, അമ്മായിയമ്മയാണ് വന്നിരിക്കുന്നത്. അമ്മായിയമ്മയൊക്കെ ആയിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഭാര്യ വിളിച്ച് പറഞ്ഞ് കരയുന്നുണ്ട്, എന്നോട് പറയാതെ എങ്ങോട്ടാ ചേട്ടാ പോയേ, എന്നോട് പറയാതെ എങ്ങോട്ടാ ചേട്ടാ പോയെന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അത് ശരിയാണോ? ഈ പറഞ്ഞിട്ടാണോ? ആക്സിഡൻ്റൊക്കെ വന്ന് നടക്കുന്ന സമയത്ത് ഈ ആൾ അറിയുന്നുണ്ടോ എനിക്ക് വണ്ടി ഇപ്പോൾ വന്ന് ഇടിക്കും, ഞാൻ മരിച്ചു പോകുന്നൊന്നും അറിയുന്നില്ല. അവർ മരിച്ചുപോയി, അതെങ്ങോട്ടാ പോയെന്ന് പോയിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ഇങ്ങോട്ടാ പോയെന്ന് പറയാനൊന്നും പറ്റത്തില്ല അല്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനത്തെ അല്ലേ ഒരു സംഭവമുണ്ട്. എല്ലാവരും ചോദിക്കും എങ്ങോട്ടാണ് പറയാതെ പോകുന്നത്, എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നു എന്നൊക്കെ അല്ലേ? സത്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ കണ്ടങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ചേട്ടൻ്റെ അമ്മ വരുക കേട്ടോ. ഒരു നൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നൈറ്റൊക്കെ ഇട്ട് അമ്മ എന്തോ വീട്ടിലിരുന്ന ആ ഒരു കോലത്തിൽ തന്നെ അമ്മ ഇങ്ങ് പോകുന്നതാണ്. ഈ ചേട്ടൻ താമസിക്കുന്ന അവരും ഭാര്യയും ഭർത്താവൊക്കെ ഒരു വീട്ടിലും, അമ്മ ഉണ്ടായിരുന്ന തറവാട്ടിലാണ്. അവിടുന്ന് തറവാട്ടിൽ നിന്ന് അമ്മ വരും കേട്ടോ. അമ്മ ഒരു അനിയത്തിയാണ് ഉള്ളത്. അമ്മ വരുന്ന സമയത്തുണ്ടല്ലോ അമ്മ നൈറ്റ് ഇട്ടത്, നൈറ്റ് ഒരു തോർത്ത് വിട്ടിട്ടുണ്ട്. തോർത്ത് തലവഴി ഇട്ടിട്ടുണ്ട്, വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭാവം. എന്നിട്ട് വരുന്ന സമയത്ത് അമ്മ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അമ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്നെ ഇന്നലെ എല്ലാവരും കൂടെ വഴക്കായിരുന്നു. എനിക്ക് അതിൻ്റെ അത് ഒരു റോളും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നെ എന്തിനാണ് വഴക്കുണ്ടാക്കിയെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. ഞാൻ ചിരിക്കാൻ കണ്ടാൽ പിന്നെ ചിരിക്കണ്ടേ? ഞാൻ ചിരിച്ചു, ശരിയാ. ആ കൂടെ നിന്നവരും ചിരിച്ചവരാ. എന്നിട്ട് എന്നോട് പറയാം നീ ചിരിച്ചെന്ന്. നിങ്ങൾ കേട്ട് നോക്കണം കേട്ടോ. ആ അമ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലുണ്ടല്ലോ, അമ്മ നടന്നിങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അമ്മ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇങ്ങനെയാണ് വരുന്നത്. അമ്മ തോർത്തും തലയിലിട്ടുണ്ട്. എന്നിട്ട് അമ്മ വന്നപ്പോഴൊന്നും ആരും ചിരിച്ചൊന്നുമില്ല, ഞാനും ചിരിച്ചില്ല. എന്നിട്ട് അമ്മ കയറി ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഡെഡ് ബോഡി ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുമല്ലേ, അതൊക്കെ സമയത്ത് അമ്മ കഴുത്തിങ്ങോട്ടാട്ടെ, അതായത് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ബോഡി ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്നു, അമ്മയുടെ ഉടൽ അങ്ങോട്ട് പെടൽ ഇങ്ങോട്ട്, ഇങ്ങനെ തിരിഞ്ഞ അമ്മ ഇരിക്കുന്നത്. എന്നിട്ട് അമ്മ ചോദിക്കുക, എൻ്റെ മോനെ എന്നോട് നീ പറയാതെ പോയല്ലോ എന്ന്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അമ്മയുടെ ഈ വരവ് കണ്ടപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ചിരി വന്നത്. പക്ഷേ ആളുടെ പെടലി കൂടി അതിനുശേഷം ഉളുക്കിയിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഉളുക്കിയിരിക്കുമ്പോൾ വേദന ഉണ്ടല്ലോ, ആ ഒരു ഇതിലൂടെ മകൻ്റെ മരണം കാണാൻ വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അനിയത്തി ഓടി വരിക. അനിയത്തി ഓടി വന്നുകൊണ്ട് എൻ്റെ അമ്മയെ ചേട്ടൻ എന്നെ വിട്ടു പോകുമെന്ന് ചോദിച്ചു. അമ്മയുടെ പെടലിക്ക് നോക്കി ഒറ്റപ്പെടുത്തുക. ഈ അമ്മയുണ്ടല്ലോ ഒന്നും നോക്കില്ല, തിരിഞ്ഞു എൻ്റെ പിടലേക്ക് പിടിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മായും കൂടി രണ്ട് ചെറിയും കൂടെ. നിങ്ങൾ ചിരിക്കത്തില്ലേ? ഞാൻ ചിരിച്ചെന്ന് വെച്ചാൽ ചത്തിടന്ന് ചിരിച്ചു. മരണവിടാന്ന് ചിന്തിക്കാതെ ഞാൻ ചിരിച്ചു. അടുത്ത് നിന്ന് ആൾക്കാരെല്ലാം കൂടെ കൂടി എന്നെ വഴക്കുണ്ടാക്കി. അത് ശരിയാണോ? അത് ശരിയാണോ? നിങ്ങൾ പറ.